ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബഹ്റൈനിലെ തന്നെ ഒരു കിടുക്കൻ മാളിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കൂറ്റൻ അക്വേറിയം ആണ്. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബഹ്റൈനിലെ ഏറ്റവും വലിയ അക്വേറിയമാണിത്. അത് മാത്രമല്ല, ഒരു ബിൽഡിങ്ങിൻ്റെ, അതായത് ഈ ഒരു മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മുതൽ അതിൻ്റെ ടോപ്പ് ഫ്ലോർ വരെ നീളത്തിലുള്ള ഒരു അക്വേറിയം ആണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എൻ്റെ കൂടെ നിങ്ങളും കണ്ടു നോക്കൂ. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ടോപ്പ് പോയിന്റ്. അതായത് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണിത്. ഇവിടെ നിന്ന് താഴോട്ട് മൊത്തം നമ്മുടെ അക്വേറിയത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾ കണ്ടു കാണും, ഒത്തിരി വലിയ വലിയ ഫിഷസും കുഞ്ഞു കുഞ്ഞു നല്ല വെറൈറ്റി ഓഫ് ഫിഷസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ഒരു സൈഡിലൊക്കെ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതിലെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടുന്ന് ഡൈവിങ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 35 to 40 വീഡിയോ ഒക്കെയാണ് വരുന്നത് പെർ പേഴ്സൺ, അതും 1 hour ഡ്യൂറേഷനിൽ. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ ഇവിടെ ഇങ്ങനെ 2 പേര് ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. ഇതിനകത്തെ വാഷ്റൂമിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് സൂപ്പർ മാർക്കറ്റ്. ഇതിനകത്ത് തന്നെ നല്ലൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇതെന്നാ? ഇത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡ്, സൺഫ്ലവർ സീഡ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ സീഡ്സ് ആണ്. ഈ ഒരു റേറ്റിൽ ഫ്രൂട്ട്സ്, പിന്നെ സ്നാക്സ്, അതുപോലെ പിന്നെ നമ്മുടെ ഓരോ പ്രോഡക്ട്സ്, നമ്മുടെ ഷോപ്പിംഗ് സ്ഥലത്തുള്ള പോലത്തെ കൂളായിട്ടുള്ള പ്രോഡക്ട്സ്, അതുപോലെ എല്ലാം ഒരു മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഹണീൻ്റെ പല ടൈപ്പാണ്, അല്ല ഓയിൽസാണ്, സോറി. ഒലീവ് ഓയിലുണ്ട്, വിനീഗർ ഉണ്ട്, ഹണി ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇത് ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസ്, ടീ ഐറ്റംസ്, അതുപോലെയുള്ള പൗഡേഴ്സൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ്. അതുപോലെ ഇവിടെ ചെറിയൊരു ബേക്കറിയാണ്, ഇതിനകത്ത് ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഓക്കെ,
നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ട ഐറ്റംസാണ്. ഒലീവാണിത്. വെറൈറ്റി ഓഫ് ഒലീവ്സ് ആണ്. പല രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒലീവ്സ്, അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് വന്ന് മീറ്റാണ് കേട്ടോ. അതായത് ബീഫ്, ചിക്കൻ, അതുപോലെ മട്ടൺ, എല്ലാ ഐറ്റംസും, ബീഫ് ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെയാണ്. ഇവിടെ നമ്മുടെ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെറിയൊരു മിനി റെസ്റ്റോറൻറ്റ് പോലത്തെ ഏരിയ ആണ്. പുറത്തൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഫോട്ടോസിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ മുകളിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് കാർട്ടൂൺസിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ഫ്രെയിമിൽ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക, ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയിട്ടില്ല കുറേ ചുവർച്ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് ഒത്തിരി ടൈപ്സ് ഓഫ് ഫോട്ടോസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഉള്ള ഒരു ഫ്ലോറിൽ മൊത്തം ഔട്ട്ഡോർ ഗെയിംസും ഇതുപോലെ സ്കേറ്റിംഗ് ഒക്കെ പരിശീലിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പരിശീലനം നടത്തുന്നുണ്ട്. ഇപ്പോൾ പെർ അവർ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോഴ്സായിട്ട് ഇത്ര ക്ലാസ്സിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലും ഇവിടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കാഴ്ചകൾ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും പിന്നീട് നല്ല അടിപൊളിയായിട്ട് സ്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്കേറ്റിംഗ് ആൾക്കാരിങ്ങനെ ചെയ്യുന്നത് കാണാൻ വേണ്ടി നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരുന്ന് ഇവരിങ്ങനെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും.
അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ റോക്ക് ക്ലൈമ്പിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോൾ ഓഫ് ദിൽമുനിയൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഏകദേശം രാത്രിയായി സമയം. ഞങ്ങൾ ഏകദേശം ഒരു എന്താ പറയുക ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുക്കും. ഓരോന്നും കാണണമെങ്കിൽ അത്രയും ടൈം എടുക്കും. എന്തായാലും നല്ലൊരു അടിപൊളി ഏരിയ ആണ്. നിങ്ങൾ എന്തായാലും പോയിട്ട് ഈ ഒരു മാൾ വിസിറ്റ് ചെയ്യുക.